അതിവേഗം അസാധ്യമോ എന്ന ചർച്ച തുടരാം. സുനിലേക്ക്. സുനിൽ, എന്താണ് തോന്നുന്നത്? സാധ്യമാണോ ഇത്? അല്ല, അതിവേഗം സാധ്യമാണ് എന്ന തരത്തിലേക്കാണല്ലോ കാര്യങ്ങൾ വരുന്നത്. കാരണം ഇപ്പോ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈൻ വേണം എന്നതിലേക്ക് എല്ലാ ചർച്ചകളും എത്തിക്കഴിഞ്ഞു. ആദ്യം സിൽവർ ലൈൻ പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. അതിന്റെ സാധ്യത, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നു. അത് വേണ്ടെന്ന് വെച്ചു. ഏതായാലും പിന്നീട് ശ്രീധരന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ഒരു അതിവേഗ പാത എന്നൊരു നിർദ്ദേശം സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ജിമ്മി പറഞ്ഞതുപോലെ തന്നെ കെ വി തോമസിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടു. ഇങ്ങനെ ശ്രീധരൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ കത്തൊക്കെ റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയതാണ്. പക്ഷേ അന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞത് അങ്ങനെ എനിക്ക് അറിയില്ല, ഓർക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ ഒരു പദ്ധതി തന്നെ ഇല്ലാതായി പോയി. തൊട്ടു പിന്നാലെയാണ് ഇപ്പോ ഈ ബജറ്റിൽ കേരളം ഈ RRTS പദ്ധതി പ്രഖ്യാപിച്ചത്. അത് വെറുതെ പ്രഖ്യാപിച്ചതല്ല. കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ഒരു പൊതുപരിപാടിയിൽ പറയുകയാണ്, കേരളത്തിൽ RRTS പോലുള്ള റെയിൽ സർവീസുകൾ പ്രായോഗികമാണ്, ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതാണ് എന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ കേരളം തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി തന്നെ ബജറ്റിലേക്ക് വരുന്നത്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഡൽഹി മുതൽ മീററ്റ് വരെ ഏതാണ്ട് 82 കിലോമീറ്റർ ദൂരമാണ്. അതിൽ ഏതാണ്ട് ഒരു 75% പദ്ധതി പൂർത്തിയായി. പദ്ധതി ഇപ്പോൾ ട്രെയിൻ ഓടിത്തുടങ്ങി. ഇനി കുറച്ച് ഭാഗം മാത്രമേ അതിന്റെ പൂർത്തിയാകാനുള്ളൂ. ഇത്തവണത്തെ എക്കണോമി സർവേയിൽ പറയുന്നത് രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും RRTS പോലുള്ള റെയിൽ സർവീസുകൾ വരുന്നത് സാമ്പത്തിക മേഖലയ്ക്ക് ഗുണമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇത്തരം റെയിൽ സർവീസുകൾ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന റെയിൽ സർവീസുകളിലൂടെ അത്തരം കണക്ടിവിറ്റികൾ വർദ്ധിക്കുന്നതിലൂടെ ചരക്ക് നീക്കം വേഗത്തിലാകും. അങ്ങനെ സാമ്പത്തിക മേഖലയ്ക്കൊക്കെ തന്നെ ഗുണം ചെയ്യുന്നതാണ് RRTS എന്നതാണ്. കേരളം എന്ന് പറയുന്നത് വലിയൊരു സംസ്ഥാനമല്ലല്ലോ. അത് വളരെ ചെറിയ ഇന്ത്യ മാപ്പിൽ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു 500-600 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. വേണമെങ്കിൽ സാധ്യമാകാവുന്ന പദ്ധതിയാണ് എന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. 3 പദ്ധതികൾ ഇപ്പോൾ തന്നെ ഈ RRTS പദ്ധതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഇപ്പോൾ തന്നെ അത് കടലാസിലാണ്. ഒന്ന് ബാംഗ്ലൂർ മുതൽ ഹൊസൂർ വരെ, അത് 40-50 കിലോമീറ്ററിൽ താഴെയാണ്. അതുപോലെ തന്നെ ചെന്നൈ മുതൽ അതുപോലെ തന്നെ ചെങ്കൽപ്പേട്ട് വരെയുള്ള അത് ഏതാണ്ട് 70 കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് ആ റെയിൽ സർവീസ്. മൂന്നാമത്തെ പദ്ധതി ഹൈദരാബാദ് വാറങ്കലാണ്. അത് 147-150 കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതിയാണ്. അപ്പം മനസ്സിലാക്കണം, ഇതൊരു 150 കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതിയാണ് ഏറ്റവും വലുതായി ഇതുവരെ അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്നത്. പക്ഷേ ഏതായാലും ഈ പദ്ധതി വ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് മന്ത്രാലയമാണെന്ന് ഓർക്കണം. ഇപ്പോൾ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഈ അതിവേഗ റെയിൽ സർവീസ് പദ്ധതി എന്ന് പറയുന്നത് റെയിൽവേ മന്ത്രാലയം അപ്രൂവ് ചെയ്യേണ്ട പദ്ധതിയാണ്. അതേസമയം സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ RRTS എന്ന് പറയുന്നത് നഗരവികസന മന്ത്രാലയമാണ്. രണ്ടും ട്രെയിൻ തന്നെയാണ്, വേറെ സംശയമൊന്നുമില്ല. പാളത്തിലൂടെ തന്നെയാണ് 2 ട്രെയിനും ഓടുന്നത്. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവേഗ റെയിൽ സർവീസ് വേണം എന്നത് അത്യാവശ്യമാണ്. കാരണം ഈ എക്കണോമിക് സർവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളം അതിവേഗം വളരുന്ന ഒരു നഗരമായി മാറുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിന്റെ നഗരമേഖല എന്ന് പറയുന്നത് 53-54% ആണെങ്കിൽ പോലും കേരളത്തിലെ ഗ്രാമങ്ങൾ പോലും നഗരങ്ങളായി മാറുകയാണ്. ഏതാണ്ട് 80%-82% കേരളം നഗരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ജനസാന്ദ്രത കൂടുതലാണ്, അപ്പോൾ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ അതിവേഗം ജനങ്ങൾക്ക് അവരുടെ ഡെസ്റ്റിനേഷനുകളിൽ എത്താൻ കഴിയുകയാണെങ്കിൽ അത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഗുണമാണ്, കേരളത്തിന്റെ വികസനത്തിന് ഗുണമാണ്, കേരളത്തിന്റെ സർവീസ് സെക്ടറിന് ഗുണമാണ്, എല്ലാ മേഖലയ്ക്കും ഗുണമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ തന്നെ വരികയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു അതിവേഗ പാത വേണം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒരു എതിരഭിപ്രായമില്ല. പക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അതായത് സംസ്ഥാന സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ, അതും മെട്രോമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീധരൻ, ലോകത്തെ തന്നെ ഏറ്റവും സവിശേഷതകളുള്ള വലിയ ടെക്നോക്രാറ്റ്, എഞ്ചിനീയറിംഗ് മികവുള്ള ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ പ്രപ്പോസലാണ്. അപ്പോൾ ആ പ്രപ്പോസൽ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ്, ഇങ്ങനെ ശ്രീധരൻ ഇതുപോലെയൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രി അതിന് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ആ പദ്ധതിയുമായി അധികം കേരളം മുന്നോട്ട് പോകാതിരുന്നത്.
പക്ഷേ ഇന്ന് ഇ ശ്രീധരൻ വാർത്താസമ്മേളനം നടത്തി എന്താണ് പറഞ്ഞത്? ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ തനിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി തന്നു. ഫെബ്രുവരി 2-ാം തീയതി പൊന്നാനിയിൽ ഓഫീസ് തുറക്കുകയാണ് DPR തയ്യാറാക്കാനായി. അപ്പോ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ല, പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തിന് അറിയില്ല. അതറിയാതെ തന്നെ ഇത് കേന്ദ്ര വിഷയമാണ്, റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയമാണ്, കേന്ദ്രത്തിന് വേണമെങ്കിൽ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്താം. പക്ഷെ എങ്കിൽ പോലും ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണ്ടേ? സംസ്ഥാന സർക്കാർ ആ പദ്ധതി വിഹിതം വഹിക്കേണ്ടി വരില്ലേ? കാരണം ഇപ്പോൾ ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാർ മുഴുവൻ ഫണ്ട് കൊടുത്തല്ല നടപ്പാക്കുന്നത്. എല്ലാ പദ്ധതിയും 60-40 അനുപാതത്തിലാണ്. 40% സംസ്ഥാനം കൊടുക്കണം, 60% കേന്ദ്രം നൽകും. അങ്ങനെയാണ് ഈ എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെയോ സംസ്ഥാന സർക്കാരിന്റെ സമ്മതമില്ലാതെയോ ഈ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ അറിവില്ലാതെ ഇ ശ്രീധരൻ ഏകപക്ഷീയമായി കേരളത്തിൽ ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക, DPR തയ്യാറാക്കുക? വലിയ ചോദ്യമല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു, അത് അംഗീകരിക്കേണ്ട, ഞങ്ങളൊരു പദ്ധതി അങ്ങോട്ട് തരും, അത് വാങ്ങുക എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്രം പോകുന്നു. ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. ഇ ശ്രീധരനെ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാരും BJP നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ കൂടുതൽ വ്യക്തത 2 ദിവസത്തിന് ശേഷം അറിയാം. ഇപ്പോൾ വരാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ വളരെ കൃത്യമായി അറിയാം ഈ രാഷ്ട്രീയത്തിന് പിന്നിൽ ഉള്ള വസ്തുത എന്താണെന്നുള്ളത്. ഒരുപക്ഷെ എനിക്കറിയാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി അതിന്റെ സാധ്യതാ പഠനത്തിന് വേണ്ടി ഒരു തുക നീക്കിവെച്ചേക്കുമെന്നതാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയല്ല ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി, അത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടപ്പാക്കാൻ പോകുന്നു, അനുവദിക്കുന്നു, അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ RRTS ആണെങ്കിലും അതിവേഗ റെയിൽപാതയാണെങ്കിലും കേരളത്തിന് അത് അത്യാവശ്യമാണ്. അപ്പോൾ രാഷ്ട്രീയ കളികളൊക്കെ നടക്കട്ടെ, പക്ഷേ ഈ പദ്ധതി കേരളത്തിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാവുന്നതുകൊണ്ട് നമുക്കതിൽ കൂടുതൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അദ്ദേഹം കൊങ്കൺ പാത എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാമ്പൻ പാലം അദ്ദേഹം അതിന്റെ ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉദ്ദേശിച്ചിരുന്ന ആ പദ്ധതി എങ്ങനെയാണ് അദ്ദേഹം നടപ്പാക്കിയെന്ന് നമുക്കറിയാം. ഡൽഹിയിലെ മെട്രോ തന്നെ ഉദാഹരണമാണ്. ഞാൻ 2010 മുതൽ ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ കാലത്താണ് ഡൽഹി മെട്രോയുടെ ആദ്യ പാത തുറക്കുന്നത്. അന്നു മുതൽ ഈ പണി മുഴുവൻ ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായി നേരിട്ട് കാണുന്നതാണ്, അതിന്റെ വേഗത കാണുന്നതാണ്, അതിന്റെ ടെക്നോളജി കാണുന്നതാണ്. അതുകൊണ്ട് ഇ ശ്രീധരനെ പോലൊരാളിന്റെ ആ രംഗത്തെ മികവ് നമുക്ക് തള്ളിക്കളയാനേ ആകില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ഒരു സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ സംശയിക്കേണ്ട കാര്യം. സുനിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞതിന് പൂർണ്ണമായും രാഷ്ട്രീയമായി തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണോ നമ്മുടെ മുന്നിൽ? എങ്ങനെയാണ് അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് എന്നും നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ആ നിലയ്ക്ക് തന്നെ സ്വീകാര്യനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് തലേ ദിവസമാണ് മന്ത്രിസഭാ യോഗം ഇതിന് അനുമതി നൽകുന്നത്. അപ്പോൾ ഇതിലും രാഷ്ട്രീയമില്ലേ സുനിൽ? അല്ല, ഇതിന്റെ ഒരു കാര്യം ഇതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പാത വേണം എന്നുള്ളതാണല്ലോ കേരളം തുടക്കം മുതൽ തന്നെ പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി വന്നപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരുന്നു പ്രശ്നം, അത് മാറ്റിവെച്ചു. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നല്ലോ ഈ സെമി ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് എന്നുള്ളത്. അത് സംസ്ഥാനം ഒരു പ്രപ്പോസൽ കൊടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചില്ലല്ലോ. അപ്പോ എങ്ങനെയാണ് RRTSലേക്ക് വരുന്നത്? RRTSലേക്ക് വരുന്നത് സംസ്ഥാനം പോയി ചാടിപ്പിടിച്ച പദ്ധതിയല്ല. അത് നഗരവികസന മന്ത്രി ഒരു പൊതുപരിപാടിയിൽ കേരളത്തിൽ ഇങ്ങനെയൊരു പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളത്തോട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം തയ്യാറാക്കിയ പ്രോജക്റ്റാണിത്. അങ്ങനെ ഒരു പദ്ധതിയെങ്കിലും വരട്ടെ എന്നതാണ് കേരള സർക്കാർ ഈ വിഷയത്തിലെടുത്ത നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിക്കായി ഒരു പ്രപ്പോസൽ തന്നെ കേരള സർക്കാർ നൽകുന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 100 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രി പറയുന്നു ഇത് സാധ്യതയുണ്ട്. കാരണം നഗരവികസന മന്ത്രാലയമാണ് മെട്രോ സർവീസുകളുടെ മേൽനോട്ടം വഹിക്കുന്നത്, ഈ RRTS പദ്ധതിയും നടപ്പാക്കുന്നത്. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന RRTS എന്ന് പറയുന്നത് ജർമ്മൻ ടെക്നോളജിയാണ്. അപ്പോൾ ജർമ്മൻ ടെക്നോളജി അനുസരിച്ചാണ് ഇനി 3 സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കേരളത്തിലും
ഇനി ഈ ഒരു RRTS പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം പ്രപ്പോസൽ കൊടുത്തത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം ഉണ്ടാകാം സ്വാഭാവികമായും. ഇതിലെ രാഷ്ട്രീയം എന്താണ്? കേരളത്തിൽ കൂടുതൽ വികസനം കൊണ്ടുവരിക എന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു അതിവേഗ റെയിൽ വേണം എന്നുള്ളത്, അത് പ്രത്യേക റെയിൽ വേണം എന്നുള്ളത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയായിരിക്കാം. പക്ഷെ നോക്കൂ, അങ്ങനെ ഒരു പാത യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ വികസനം ഏത് നിലയിലേക്ക് മാറും? വികസനം കൊണ്ടുവരിക എന്നുള്ള രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അത് ഏത് സമയത്ത് പറയുന്നു? ഇപ്പോൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന സമയമില്ലല്ലോ. ആ സമയമില്ലാതിരിക്കുമ്പോൾ ഈ പറയുന്ന ബജറ്റ് എന്ന് പറയുന്ന അവസാന ബജറ്റാണ്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. അതിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അവസാനം നമ്മൾ കേട്ടതാണല്ലോ ധനമന്ത്രി പറയുന്നത്, കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അല്ല, ഇത് കേരളത്തിന്റെ റെയിൽ, അത് കേരളയിൽ എന്ന് പറയുന്നതിന് എന്താണ് തെറ്റ്? അതുപോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നു എന്നുള്ളത്, ബജറ്റ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ. സ്വാഭാവികമായും ഇതൊരു ആശയമാണ്. ഇത് ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെട്ടാൽ ചിലപ്പോൾ ഇനി 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടപ്പാകാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണം വെച്ചുള്ള ഒരു തീരുമാനമായിരിക്കാം. ഏതായാലും ഇതിന്റെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിപ്പോ പെട്ടെന്ന് കേരളം ചിന്തിച്ചെടുത്ത് പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു സംഗതിയല്ലല്ലോ. ഇതിപ്പോ ഈ സാമ്പത്തിക സർവേയിൽ പറയാണ്, ഇത്തവണത്തെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക സർവേയിൽ പറയുകയാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കേരളത്തിന് ഉണ്ടാകേണ്ടതല്ലേ? അപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, അതുപോലെ തന്നെ കർണാടകത്തിലുണ്ട്. അപ്പോൾ കേരളത്തിലും സ്വാഭാവികമായും ഇതിന്റെ ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ കേരളത്തിന് അങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നതിന് എന്താണ് തെറ്റ്? ഇതിനൊരു സാധ്യതാ പഠനമല്ല, അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഇത് 100 കോടി മാറ്റിവെച്ചു വന്നുകൊണ്ട് അടുത്ത ദിവസം നടപ്പാക്കാൻ പോകുകയല്ലോ. ഒരു നിമിഷം, ഇതിനകത്തൊരു പ്രശ്നം, അശ്വിനി വൈഷ്ണവ് ആയാലും ഖട്ടാറായാലും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലോ. ഇപ്പോൾ നഗരത്തെ റൂറൽ മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പദ്ധതി, അതാണ് ഈ RRTS എന്ന് പറയുന്നത്. അതാണ് അവർ പ്രപ്പോസ് ചെയ്തത്. നമ്മളതിനെ അല്ലല്ല, നഗരം ടു നഗരമാണ്. അല്ലല്ല, അതെ ഞാൻ പറഞ്ഞത് ഇപ്പം ഹൈദരാബാദ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡൽഹിയും മീററ്റും നഗരങ്ങളല്ലേ? നഗരങ്ങളാ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മീററ്റ് വലിയ സിറ്റി അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് മെട്രോ നഗരങ്ങൾ, വലിയ നഗരങ്ങളും ചെറിയ മേഖലകളും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പദ്ധതി പ്രകാരം തന്നെയാണെങ്കിൽ 180 കിലോമീറ്ററാണ് ഏറ്റവും വലിയ പദ്ധതി. ശ്രീധരൻ എന്ന് പറയുന്നത്, ഞാൻ ശ്രീധരൻ പറയുന്നതിൻ്റെ അദ്ദേഹം പറയുന്നതിനെ വിശ്വാസം എടുത്തുകൊണ്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 400-450 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയൊരു പാതയാക്കി RRTSനെ മാറ്റാൻ പറ്റുമോ? ഇതുവരെ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഇല്ല. ശ്രീധരൻ സാർ പറയുന്നത് അതിനുള്ള പദ്ധതിയല്ല, മെട്രോ നഗരങ്ങളെ മറ്റ് ചെറുകിട സ്ഥലങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ്. അല്ല, അത് സാങ്കേതികത്വല്ലേ? എനിക്കറിയില്ല. വളരെ സാങ്കേതികത്വമാണ്. സാങ്കേതികത്വം ഉണ്ട്. അല്ല, സാങ്കേതികത്വം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഇപ്പൊ ഹൈദരാബാദ് മെട്രോയാണ്, ഇതൊരു ജർമ്മൻ ടെക്നോളജിയാണ്. ഈ RRTSന് ഉപയോഗിച്ചിരിക്കുന്ന ജർമ്മൻ ടെക്നോളജിയും അതുപോലെ തന്നെ ചൈനീസ് ടെക്നോളജിയുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന 60-70% ജർമ്മൻ ടെക്നോളജിയും ചില ഭാഗങ്ങളിൽ ചൈനീസ് സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ചില ടണലുകളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇത് ഈ ഇത്രയും കിലോമീറ്റർ ദൂരത്തിൽ വേണമെങ്കിൽ ഇതിനെ നീട്ടാവുന്നതാണ് എന്നൊരു സാധ്യത പഠിക്കുന്നതിനിടന്നതാണ് തെറ്റ്. നോക്കൂ, ഇതിലിപ്പോ 82 കിലോമീറ്ററാണ് ഡൽഹിയിൽ നിന്ന് മീററ്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ ഹൈദരാബാദ് മുതൽ വാറങ്കൽ വരെ 147-150 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 150 കിലോമീറ്റർ വരെ പോകാം. അത് 200 കിലോമീറ്ററിലേക്ക് നീട്ടാൻ പറ്റുമോ? ഒരു സാധ്യതാ പഠനത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിച്ചൂടെ? ബന്ധപ്പെട്ട് പഠനം നടത്തണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ Meet the editors.